2015 ലോകത്തിലെ തന്നെ പ്രമുഖനായ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ 91 വയസ്സിൽ വളരെ അപകടകാരിയായ ഒരു ക്യാൻസർ സ്ഥിരീകരിച്ചു. മെറ്റാസ്റ്റാറ്റിക് മെലനോമ. കണ്ടുപിടിച്ച സമയത്ത് തന്നെ അസുഖം അദ്ദേഹത്തിൻ്റെ ലിവറിലേക്കും അതുപോലെ തന്നെ തലച്ചോറിലേക്കും വ്യാപിച്ചിരുന്നു. സാധാരണ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ ചികിത്സിക്കാം എന്നതിനേക്കാൾ എത്ര കാലം രോഗിക്ക് ദിവസങ്ങൾ നീട്ടിക്കൊടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഡോക്ടർമാർ ചിന്തിക്കാറ്. എന്നാൽ ഈ രോഗിയിൽ പുതിയ ഒരു തരം മരുന്ന് പരീക്ഷിക്കാൻ ഡോക്ടർമാർ തീരുമാനിച്ചു. സാധാരണ ഇത്തരം കേസുകളിൽ നമ്മൾ നൽകാറുള്ള റേഡിയോ തെറാപ്പിയുടെയും സർജറിയുടെയും കൂടെ തൊട്ട് ഒരു വർഷം മുൻപ്, അതായത് 2014 മാത്രം FDA അപ്രൂവൽ ലഭിച്ച പുതിയൊരു മരുന്ന് കൂടി പരീക്ഷിക്കപ്പെട്ടു. മാസങ്ങൾക്ക് ശേഷം ഈ രോഗിയുടെ സ്കാനിംഗ് റിപ്പോർട്ട് പരിശോധിച്ച സമയത്ത് അതിലെ കണ്ടെത്തലുകൾ വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. തലച്ചോറിൽ ഉൾപ്പെടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ക്യാൻസർ അപ്രത്യക്ഷമായിരിക്കുന്നു. ഞാൻ ഈ